സ്വയം സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കായി, ചിന്തിക്കുന്നവർക്കായിട്ടാണ് ഇന്നത്തെ സെൽഫ് ലവിൻ്റെ വീഡിയോ. സ്വയം സ്നേഹിക്കൂ, സന്തോഷത്തോടെ ജീവിക്കൂ. നമുക്ക് സ്വയം സ്നേഹിക്കണമെന്നൊക്കെയുണ്ട്, പക്ഷെ അറിയില്ല എങ്ങനെയാണ് പ്രാക്ടിക്കലി സ്വയം സ്നേഹിക്കാൻ പഠിക്കേണ്ടതെന്ന്. 10 ശീലങ്ങൾ നോക്കിയാലോ? നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചിന്തിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പക്ഷേ നമ്മൾ നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നുണ്ട്? അറ്റ്ലീസ്റ്റ് വെള്ളം പോലും കറക്റ്റ് ടൈമിൽ നമുക്ക് കുടിക്കാൻ പറ്റിയെന്ന് വരില്ല. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ നമ്മളുടെ കാര്യങ്ങൾ തന്നെ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് നോട്ടീസ് ചെയ്യണം. സ്വയം സ്നേഹത്തോടെ സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം, എനിക്ക് കഴിയില്ല എന്നതിന് പകരം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ ശീലിക്കൂ. ചിലപ്പോൾ നമുക്ക് തോന്നും ചില കാര്യങ്ങളൊന്നും നമുക്ക് കഴിയില്ല എന്നുള്ളത്. സോ സ്പീക്ക് കൈൻഡ്ലി ടു യുവർ സെൽഫ്. Replace I'm not good enough with I'm learning and improving every day. നമുക്കെല്ലാം കഴിയും, നമുക്ക് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. പിന്നെ രണ്ടാമത്തെ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് എവറി ഡേ. നമുക്കുള്ള കാര്യങ്ങളോടുകൂടി നന്ദിയോടുകൂടി ഇരിക്കാം. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, നമ്മുടെ കയ്യിൽ എന്തൊക്കെ കഴിവുകളുണ്ട്, എല്ലാം നന്ദിയോടുകൂടി ഓർക്കാം. റൈറ്റ് ഡൗൺ 3 തിങ്സ് യു ആർ ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് മോർണിംഗ് ഓർ ബിഫോർ ബെഡ്. മൂന്നാമത്തെ കാര്യം, ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി. ഈറ്റ് നറിഷിംഗ് മീൽസ്, ഡ്രിങ്ക് എനഫ് വാട്ടർ, മൂവ് യുവർ ബോഡി ജെൻ്റ്ലി ഈവൻ ഫോർ 20 to 30 minutes. നമ്മളെപ്പോഴും പ്രാക്ടീസ് ചെയ്യണ കാര്യം പറയും, എക്സസൈസൊക്കെ ചെയ്യണ കാര്യം പറയും, പക്ഷെ ചില സമയം നമുക്ക് നേരം കിട്ടാറില്ല. നമ്മളുടെ ശരീരം നമ്മൾ ശ്രദ്ധിക്കണം. പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുക, ആവശ്യത്തിന് വെള്ളം കുടിക്കുക, ദിവസവും കുറച്ച് സമയം നടക്കുകയോ ലളിതമായ വർക്കൗട്ട് ചെയ്യുകയോ ചെയ്യാം. അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുൻപോ ഉണർന്നു കഴിഞ്ഞാലോ നന്ദിയോടുകൂടി 3 കാര്യങ്ങൾ എഴുതി വയ്ക്കുക. ഇന്നെനിക്ക് 6 മണിക്കൂർ നന്നായി ഉറങ്ങാൻ കഴിഞ്ഞുവെന്നോ, നന്നായി വെള്ളം കുടിക്കാൻ ശ്രമിച്ചുവെന്നോ, നല്ല റുട്ടീനിലേക്ക് പോകാൻ ശ്രമിച്ചുവെന്നോ, അങ്ങനെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് ഞാൻ എന്തൊക്കെയാണ് സ്റ്റെപ്പ് എടുത്തതെന്ന് എഴുതി വയ്ക്കുക. നാലാമതായി, സ്വയം സമയം നൽകുക. ഒരു പുസ്തകം വായിക്കാനോ, മെഡിറ്റേഷൻ ചെയ്യുവാനോ, പ്രാർത്ഥിക്കുവാനോ, അല്ലെങ്കിൽ ശാന്തമായ ഒരു ചായ കുടിച്ച് സമയം ചെലവഴിക്കാനോ കുറച്ച് സമയം കണ്ടെത്തുക. അഞ്ചാമത്തെ കാര്യം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് ഒഴിവാക്കുക. എല്ലാവർക്കുമുള്ളൊരു പ്രാക്ടീസാണ് മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുക എന്നുള്ളത്. ആ താരതമ്യം ചെയ്യൽ ഒഴിവാക്കുക. എന്തിനാണ് നമ്മൾ നമ്മളെപ്പറ്റി താരതമ്യം ചെയ്യുന്നത്? അത് നമ്മൾ ഒഴിവാക്കുക. സെറ്റ് ഹെൽത്തി ബൗണ്ടറീസ്. ഇറ്റ്സ് ഓക്കെ ടു സേ നോ വിതൗട്ട് ഫീലിംഗ് ഗിൽറ്റി. നമുക്ക് ചില കാര്യങ്ങൾ നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ. അവനെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ചു നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രേഖകളൊക്കെ ലോക്ക് ചെയ്ത് വയ്ക്കും, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ കൊണ്ട് ലോക്കറിലൊക്കെ വയ്ക്കും അല്ലേ. അതെന്തിനാ? അതുപോലെ തന്നെ നമ്മുടെ പീസ് ഓഫ് മൈൻഡ് ഇസ് ഓൾസോ പ്രഷ്യസ്. സോ ഇഫ് സംതിങ് ഹേർട്ട് യു or it's disturbing you, say no without feeling guilty. ഓക്കെ, അതുപോലെ നമ്മൾക്കായി സമയം കണ്ടെത്തുന്ന ഒരു എക്സ്ട്രാവഗൻസി എന്നല്ല. എപ്പോഴും നമ്മൾക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങൾ നോക്കാൻ സമയം ഉണ്ടാവും, പക്ഷേ റീഡിങ്ങിനോ മെഡിറ്റേറ്റിംഗ് ചെയ്യാനോ ജേർണലിങ്ങിനോ ഒന്നും ചിലപ്പോൾ നമ്മൾ സമയം കണ്ടെത്താൻ ശ്രമിക്കാറില്ല അല്ലേ. അതുപോലെ ചെറിയ ആറാമത്തെ കാര്യം കേട്ടോ, ചെറിയ വിജയങ്ങളെ ആഘോഷിക്കാം. സെലിബ്രേറ്റ് സ്മോൾ വിൻസ്. ചിലപ്പോൾ നമ്മൾ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, ചെറിയ കാര്യമല്ലേ, അത് നമ്മൾ എന്താണ് സെലിബ്രേറ്റ് ചെയ്യാനുള്ളതെന്ന് തോന്നുമല്ലേ. പക്ഷേ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തി ആ വിജയങ്ങളെ ആഘോഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വളർച്ചയുടെ ഭാഗമാണ് ഈ ചെറിയ കാര്യങ്ങളെന്ന് തിരിച്ചറിയുക, അവയെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുക. ചിലപ്പോൾ ഒരു പാർട്ട് ഓഫ് ഹൗസ് ക്ലീൻ ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് നമ്മുടെ തോളിൽ തട്ടിയിട്ട് സേ കൺഗ്രാജുലേഷൻസ്, ഐ അപ്രീഷിയേറ്റ് മൈസെൽഫ് എന്ന് പറയുക. നമുക്കൊരു യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും, നമ്മളൊരു യൂട്യൂബർ ആണെന്നിരിക്കട്ടെ, അപ്പോൾ അതിന് തോളിൽ തട്ടി പറയുക കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഡൺ ഇറ്റ്. 15 മിനിറ്റ് എക്സസൈസ് ചെയ്യാൻ പറ്റിയോ? അപ്പോൾ പറയുക കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ 15 മിനിറ്റ് എക്സസൈസ് ചെയ്തു.
എവറി സ്മോൾ സ്റ്റെപ്പ് ഡിസേർവ്സ് റെക്കഗ്നിഷൻ. ഇനി ഏഴാമത്തെ പ്രാക്ടീസ്, ഫോർഗിവ് യുവർ സെൽഫ്. നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിച്ചു കൊടുക്കുക. പല കാര്യങ്ങളും നമുക്ക് നമ്മളോട് ക്ഷമിക്കാൻ പറ്റിയെന്ന് വരില്ല അല്ലേ? ചില കാര്യങ്ങളൊന്നും ഇത് അങ്ങനെയൊന്നും വേണ്ടിയിരുന്നില്ല അങ്ങനെ തോന്നും. നമ്മൾ ഫോർഗിവ് യുവർ സെൽഫ്. ഫോർഗിവ്നെസ്സിന് ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്ന പ്രാക്ടീസസുകളുണ്ട്. അത് കണ്ടുപിടിച്ച് ക്ഷമിക്കുക, സ്വയം ക്ഷമിക്കുക. പിഴവുകളെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുക. അവയിൽ നിന്ന് പഠിച്ച് മുന്നോട്ട് പോവുക. സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക. ഒൻപതാമത്തെ, പാട്ടുകൾ കേൾക്കുക, എഴുതുക, പാചകം ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യുക, ഗാർഡനിങ് ചെയ്യുക. നമ്മൾ സന്തോഷിപ്പിക്കുന്ന എന്തുമാകട്ടെ. ദിവസാവസാനം സ്വയം ഓർമ്മിപ്പിക്കുക, ഐ എം എനഫ്. ഞാൻ തന്നെ മതി അല്ലേ? ഞാൻ തന്നെ മതി. ഐ ഡിസേർവ് ലവ് ആൻഡ് റെസ്പെക്റ്റ്. ഐ ചൂസ് പീസ് ഓവർ പെർഫെക്ഷൻ. ഐ എം ബിക്കമിങ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് മൈസെൽഫ്. സ്വയം ഓർമ്മിപ്പിക്കുക, നമുക്ക് നാം തന്നെ മതി എന്നുള്ള ആ ചിന്ത. സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ സെൽഫിഷ്നെസ് പ്രാക്ടീസ് അല്ല കേട്ടോ. നമുക്ക് 7 ഡേ സെൽഫ് ലവ് ചലഞ്ച് എല്ലാം ചെയ്യാം. അതായത് തിങ്കളാഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. 10 കാര്യങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന 10 കാര്യങ്ങളൊന്ന് എഴുതി വെച്ച് നോക്കൂ. ചൊവ്വാഴ്ച, ടേക്ക് എ 30 minute walk വിത്തൗട്ട് ഫോൺ. ഫോണില്ലാണ്ട് വീടിൻ്റെ അകത്ത് തന്നെ നടന്നാലും മതി. 30 minutes. 30 minutes പറ്റില്ലെങ്കിൽ 10 മിനിറ്റ് നടക്കാം. വെനസ്ഡേ, റൈറ്റ് എ ലെറ്റർ ടു യുവർ യങ്ങർ സെൽഫ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അല്ലെങ്കിൽ എൻ്റെ യങ്ങർ സെൽഫിനോട് എനിക്ക് എന്താ പറയാനുള്ളത്? എത്ര എത്ര മോഹങ്ങൾ ഉണ്ടായിരുന്നുണ്ടാവില്ലേ 18 വയസ്സിലൊക്കെ? ഒരു 20 വയസ്സിലുള്ള ഒരാൾക്ക് എത്ര എത്ര മോഹങ്ങൾ ഉണ്ടായിരുന്നുണ്ടാവും. തേഴ്സ്ഡേ, ഡീക്ലട്ടർ വൺ സ്മോൾ ഏരിയ ഓഫ് യുവർ ഹോം. നമ്മുടെ വീട്ടിലെ ചെറിയൊരു ഏരിയ ഡീക്ലട്ടർ ചെയ്യാം. ഡു സംതിങ് യു ഹാവ് ബിൻ പോസ്റ്റ്പോണിങ്. നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അത് ചെയ്യാൻ ശ്രമിക്കാം. നാളെ നാളെ വീടിൻ്റെ ഒരു ചെറിയ ഭാഗം എന്തെങ്കിലും. സ്പെൻഡ് 1 hour ഡൂയിങ് യുവർ ഫേവറേറ്റ് ഹോബി. നമ്മുടെ ഹോബി ചെയ്യാൻ കുറച്ച് സമയം മതി കേട്ടോ, 1 hour വേണമെന്നില്ല. സൺഡേ, റിഫ്ലക്റ്റ് ഓൺ എ വീക്ക്. ഈ വീക്കിൽ നമ്മൾ ചെയ്തെന്നല്ലേ, അതെല്ലാം ഓർക്കുക. നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാം. സെൽഫ് ലവ് അഫർമേഷൻ പറയട്ടെ. ഐ ചൂസ് ടു ട്രീറ്റ് മൈ സെൽഫ് വിത്ത് കൈൻഡ്നെസ്, പേഷ്യൻസ് ആൻഡ് കമ്പാഷൻ. മൈ വർത്ത് ഈസ് നോട്ട് മെഷേർഡ് ബൈ മൈ മിസ്റ്റേക്സ് or by others' opinions. Every day I grow stronger, healthier, and more confident. I deserve love, peace, happiness, and a life filled with purpose. ഇനിയും ധാരാളം സെൽഫ് ലവ് ടിപ്സുമായിട്ട് വരാമേ. സെൽഫ് ലവ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, ജീവിതം ഇംപ്രൂവ് ചെയ്യാം. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ, ജിത.